വാ മോളെ. ഹേയ്, എന്താ അമ്മണി ഇത്? ആറ്റുനോട്ടുണ്ടായ മോൾ അമേരിക്കയിലോട്ട് പോകുമ്പോ എന്തിനാ നീ കരയുന്നത്? ശുഭമോൾ അമേരിക്കയിൽ ചെന്നാലുടൻ അച്ഛനും അമ്മയ്ക്കും ഓരോ വിസ എടുക്കണം. പിന്നൊരെണ്ണം ഈ വേലുപ്പിള്ള അമ്മാവനും ആയിക്കോട്ടെ. അത് ശരിയാ, അത് മറക്കണ്ട. മോള് ശരീരം നോക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. അതൊക്കെ അവള് നോക്കിക്കൊള്ളും. നീ പോയി ആ തള്ളുവണ്ടി എടുത്തോണ്ട് വാ ശ്രീധര. അവിടെ വെച്ച് നാട്ടുകാരനും വലിയ പൊങ്ങച്ചക്കാരനുമായ കർത്താവിനെ അച്ഛൻ കണ്ടു. പാവ അച്ഛൻ തന്റെ മകൾ അമേരിക്ക എന്ന സ്വർഗത്തിലേക്ക് പറക്കുന്നതോർത്ത് ഒരുപാട് സന്തോഷിച്ചു. അല്ല, മരുമോൻ US എവിടെയാ പണി? അമേരിക്കയിൽ വലിയൊരു കമ്പനിയിൽ എഞ്ചിനീയറാ. ലീവ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നായിരുന്നു കല്യാണം. വേണ്ടപ്പെട്ട പലരെയും വിളിക്കാൻ പറ്റിയില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. വിളിച്ചാൽ തന്നെ വരാൻ എനിക്കെവിടെയാ സമയം? കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അവന് പോകേണ്ടി വന്നു. ആദ്യ രാത്രിക്ക് പോലും നിന്നില്ല. അവന് ഏതോ ഒരു കമ്പനിയിൽ പ്ലാന്റ് പൊട്ടിയത്ര. അവനെ അന്ന് നന്നാക്കാൻ അറിയൂ. പൊട്ടിയ പ്ലാന്റ് അങ്ങ് ആഫ്രിക്കയില. അവനവിടെ പ്ലാന്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുക. മോൾ അവിടെ എത്തിയാലുടൻ രണ്ടാളും കൂടെ അമേരിക്കയിലേക്ക് അങ്ങ് പറക്കും. മോളെ, ഹാപ്പി ജേർണി. ആഫ്രിക്കയിൽ എയർപോർട്ടിൽ എൻ്റെ ഭർത്താവ് US ടിക്കറ്റുമായി കാത്തു നിൽക്കുന്നു. അങ്ങനെ എൻ്റെ യാത്ര ആരംഭിച്ചു, ആഫ്രിക്ക വഴി അമേരിക്കയിലേക്ക്. കരീബു ആഫ്രിക്ക. എന്താ? വെൽക്കം ടു ആഫ്രിക്ക. ഇത് തലയിൽ പോലും വെക്കാൻ കൊള്ളില്ലല്ലോ. ആ, ഇതൊക്കെ ആഫ്രിക്കയുടെ ഒരു സ്റ്റൈലാ. പെട്ടിയൊക്കെ എവിടെ? ഏത് പെട്ടി? നമ്മൾ അമേരിക്കയിലേക്ക് പോവല്ലേ? അത് ഉടനെ ഇല്ലല്ലോ. അതെന്താ? താൻ വാ, പറയാം. നമ്മൾ എപ്പോഴാ അമേരിക്കയിലേക്ക് പോണേ? ഫ്ലൈറ്റ് ലേറ്റാ. എത്ര മണിക്കൂർ? 48 മണിക്കൂർ. ആ, 2 ദിവസം. അയ്യോ, അതെന്താ? ആ സമയം കൊണ്ട് നമുക്ക് ഇവിടൊക്കെ ഒന്ന് ചുറ്റിക്കാണാന്നേ. ഇനിയിപ്പോ ഇവിടുന്ന് ആഫ്രിക്കയിലേക്ക് എത്ര ദൂരം ഉണ്ട്? താനിത് എന്തൊക്കെയാ പറയുന്നത്? ഇതല്ലേ ആഫ്രിക്ക? ഒന്ന് പോയേ. ഞാൻ വായിച്ചിട്ടുള്ളതാ, ആഫ്രിക്ക എന്ന് വെച്ചാ വലിയ ഇരുണ്ട ഭൂഖണ്ഡാണെന്നും അവിടെ ആളുകൾ തുണി ഉടുക്കത്തില്ലെന്നും ഒക്കെ. അത് ആഫ്രിക്കക്കാർ കുളിക്കുന്നത് കണ്ട് സായിപ്പുണ്ടാക്കിയ കഥയാ. ഇത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിനേക്കാൾ നല്ല നാടാ. അല്ല, അപ്പൊ ഈ ഇരുണ്ട ഭൂഖണ്ഡം എവിടെയാ? അത് ഇന്ത്യയുടെ തെക്കേ അറ്റത്താണെന്ന് തോന്നുന്നു. സ്വന്തം വീട്ടിലെ അഴുക്കെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അയൽപക്കക്കാരന്റെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നവരുടെ നാട്. ഇവിടെ മനുഷ്യരൊന്നുമില്ലേ? മൃഗങ്ങൾ മാത്രമേ ഉള്ളോ? നമ്മളിത് എങ്ങോട്ടാ പോണേ? ഇവിടെ അടുത്ത് എന്റെ ക്വാർട്ടേഴ്സിലേക്കാ. എത്ര ദൂരമുണ്ട്? 600 കിലോമീറ്ററേ ഉള്ളൂ. അത്രയും ദൂരോ? ഇവിടെയൊക്കെ 1000 കിലോമീറ്റർ കഴിഞ്ഞാലേ ദൂരം എന്ന് പറയാറുള്ളൂ. അതെന്താ? അതാ ഇവിടുത്തെ ഒരു രീതി. ഇവിടെ കൃഷിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, മഴയുള്ളപ്പോ. എപ്പോഴാ മഴ? 5-6 വർഷത്തിലൊരിക്കൽ. അയ്യോ, അപ്പൊ കുടിക്കാൻ വെള്ളം കിട്ടില്ലേ? കുടിക്കാൻ വെള്ളം കിട്ടും, വേറൊന്നിനും വെള്ളം കിട്ടില്ല. ഇവിടെയൊക്കെ ആൾക്കാർ മണൽ കൊണ്ടാ കാര്യം സാധിക്കുന്നത്. മണല് വെച്ചിട്ടാണോ പല്ല് തേക്കുന്നത്? പല്ല് തേക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ തനിക്ക് വിശക്കുന്നില്ലേ? ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു. 2 ദിവസം ഇവിടെ തങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് ടിക്കറ്റ്? അമേരിക്കക്ക്. പിന്നെ ടിക്കറ്റ് ഇല്ലാതെ പിന്നെ ഫ്ലൈറ്റ് കയറാൻ പറ്റുമോ?
എന്താ എന്താ നിർത്തിയേ? ആ ഇനി തനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചോദിക്കുക. അയ്യോ, ഇവിടെ വെച്ചോ? ഇവിടെ ആവുമ്പോ ആരും കേക്കില്ലല്ലോ. കേട്ടാലെന്താ? താൻ ചോദിക്കേ. നമ്മൾ എപ്പോഴാ അമേരിക്കയ്ക്ക് പോണേ? ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. വേറെ എന്ത് ചോദിക്കാനോ? നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കാൻ പോകുന്ന ആദ്യത്തെ രാത്രിയാണെന്ന്. അതിനെക്കുറിച്ചൊന്നും? അതൊക്കെ അമേരിക്കയിൽ എത്തിയിട്ട് മതിയെന്നാ അച്ഛൻ പറഞ്ഞേ. അതെന്താ, അമേരിക്കയിൽ ആദ്യ രാത്രിക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? അതെ, എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? തനിക്ക് എത്ര ആലോചനയാ വന്നത്? 10-12. അമേരിക്കക്കാരനല്ലെങ്കിൽ വേണ്ടാന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു. താനും പറഞ്ഞു. അത് എനിക്ക് അമേരിക്കയിൽ താമസിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാ. കുറെ കാലമായിട്ട് തന്റെ കല്യാണം നടക്കാതെ വന്നപ്പോ തന്റെ അമ്മ പറഞ്ഞിട്ട് വേലുപ്പിള്ള അമ്മാവനാ ഈ ആലോചനയായിട്ട് വന്നത്. ഇതൊക്കെ മൂപ്പരുടെ പ്ലാനാ. തന്റെ അമ്മയ്ക്കും അറിയാം. എന്ത് പ്ലാൻ? പറയാം. എനിക്കും 10-30 ആലോചന വന്നതാ. ഒറ്റ ഒരുത്തിക്കും താല്പര്യമില്ല. എന്തുകൊണ്ട്? ഞാൻ പണിയെടുക്കുന്നത് അമേരിക്കയിലല്ല, ആഫ്രിക്കയില. വെറുതെ പറയല്ലേ, ഞാൻ നെറ്റിൽ നോക്കിയതാ. എന്റെ കമ്പനി ഒരു അമേരിക്കൻ കമ്പനിയാന്നുള്ളത് ശരിയാ. പക്ഷെ അതേ കമ്പനിയുടെ ആഫ്രിക്കയിലുള്ള ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഒരു എഞ്ചിനീയർ ആയിട്ട്. അപ്പോ അമേരിക്കയില്? അമേരിക്കയിൽ എന്റെ അളിയൻ ഒബാമ ഭരിക്കുന്നു. നയഗ്രയിലൂടെ കുറെ വെള്ളം ചാടുന്നു. സ്വാതന്ത്ര്യദേവി കയ്യിൽ വിളക്കും പൊക്കി നിൽക്കുന്നു. പോരെ മോളെ, ഞാനും നിന്റെ അമ്മയും അമ്മാവനും കൂടെ നിന്നെയും നിന്റെ അച്ഛനെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ശുഭേ, 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 ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയട്ടെ. Hey guys, what's happening here? This is the Indian style of love making. Wow, Indian style is very wild. Oh yeah. Carry on, enjoy. Bye. Bye. ശുഭേ, ശുഭേ, I'm sorry. Please വന്ന് വണ്ടി കയറ്. ഞാൻ പോവാ. എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണം. ശുഭേ, ഇത് കാടാണേ. കാട് എനിക്ക് പുല്ലാടോ. ഞാൻ വരില്ല വരില്ല വരില്ല. എന്നാ പൊയ്ക്കോ. പോകുന്ന വഴിക്ക് വല്ല ചെന്നായ്ക്കളുണ്ടാവും. പേടിക്കണ്ട, കല്ലെടുത്തെറിഞ്ഞാൽ മതി. പൊയ്ക്കോളൂ. പിന്നെ വല്ല ചീറ്റപ്പുലിയും സിംഹമാണെങ്കിൽ കല്ലെടുത്തെറിയണ്ട. പോത്തില്ല. ആരെ അറിഞ്ഞെന്ന് നോക്കാൻ അവൻ ഇങ്ങോട്ട് വരും.